ഹായ്. IELTS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളാണല്ലേ? എങ്കിൽ എന്തായാലും കാണേണ്ട ഒരു വീഡിയോ ആണിത്. കാരണം പൊതുവിൽ ഈ പരീക്ഷ പഠിച്ച് തയ്യാറെടുത്ത് പോകുന്ന വിദ്യാർത്ഥികൾ വരുത്തുന്ന അല്ലെങ്കിൽ ആസ്പിരൻസ് വരുത്തുന്ന 11 കോമൺ ആയിട്ടുള്ള തെറ്റുകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ തെറ്റുകൾ നിങ്ങൾ വരുത്തരുതേ എന്നൊരു പ്രാർത്ഥന എനിക്ക് നിങ്ങളോടുള്ളൂ. കാരണം നിങ്ങൾ അത്ര എഫേർട്ട് ഇട്ട് അത്ര ഹാർഡ് വർക്ക് ചെയ്ത് കോച്ചിങ്ങിന് പോയി ഈ പരീക്ഷ എഴുതാൻ പോയിട്ട് അര അല്ലെങ്കിൽ ഒരു ബാൻഡ് സ്കോറിന് നിങ്ങൾ അത് കിട്ടാണ്ട് വരുന്നു, വീണ്ടും എഴുതേണ്ടി വരുന്നു എന്ന് പറയുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കറിയാമോ, IELTS പരീക്ഷ എഴുതുന്നതിൽ 50% പേർക്കും ഫസ്റ്റ് അറ്റംപ്റ്റിൽ അവർ ഉദ്ദേശിക്കുന്ന ബാൻഡ് സ്കോർ കിട്ടാറില്ല. അതിന് കാരണം തയ്യാറെടുപ്പില്ലാത്തതുകൊണ്ടല്ല, ആ പരീക്ഷ ഹാളിൽ വെച്ച് വരുന്ന കോമൺ ആയിട്ടുള്ള ചില മിസ്റ്റേക്സ് ആണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് ഒഴിവാക്കാൻ സാധിക്കും. Before that, I personally want to thank you for being here and learning from me, because you are investing your time, which is the most important asset, which I acknowledge you. And if you don't know me, my name is Pradeep Hariharan. I'm a certified IELTS trainer and also an experienced teacher for many years. I help students with low band score or average Kerala students to score their required band score in a very short time with my dynamic language mastery program, which is an outstanding program. So let's jump in and learn. ഇത് ഓരോ സെക്ഷനിലും വിദ്യാർത്ഥികൾ വരുത്തുന്ന തെറ്റുകൾ മനസ്സിലാക്കിയിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ലിസണിങ്ങിൽ വരുന്ന തെറ്റുകൾ അതെങ്ങനെ ഓവർകം ചെയ്യാം, റീഡിങ്ങിൽ വരുന്ന തെറ്റുകൾ എങ്ങനെ ഓവർകം ചെയ്യാം, റൈറ്റിങ്ങിൽ വരുന്ന തെറ്റുകൾ എങ്ങനെ ഓവർകം ചെയ്യാം, സ്പീക്കിംഗ്, പിന്നെ ജനറൽ ആയിട്ടുള്ള കുറേ ടിപ്സും. ദിസ് വീഡിയോ വിൽ ബി റിയലി യൂസ്ഫുൾ ടു യു. അപ്പോൾ ലിസണിങ്ങിൻ്റെ ഭാഗത്ത് പൊതുവെ വരുന്ന തെറ്റുകൾ എന്താണെന്ന് വെച്ചാൽ 3 തെറ്റുകളാണ് വരുന്നത്. അതാണ് ആദ്യത്തെ 3 മിസ്റ്റേക്സ് നിങ്ങൾ ഒഴിവാക്കേണ്ടത്. ഒന്ന്, ലൂസിങ് ഫോക്കസ് ഡ്യൂറിങ് ദ ഓഡിയോ റെക്കോർഡിംഗ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഓഡിയോ ലിസണിങ് എന്നുള്ളതാണ് കറക്റ്റ്. അതായത് പാർട്ട് 1, പാർട്ട് 2 നമുക്ക് നല്ല ഫോക്കസ് ഉണ്ടാവും. പക്ഷേ പാർട്ട് 3, പാർട്ട് 4 ആകുമ്പോൾ പലർക്കും ഇൻക്ലൂഡിങ് മൈസെൽഫ്, വി സ്റ്റാർട്ട് ലൂസിങ് ദ ഫോക്കസ്. അപ്പോൾ എന്ത് പറ്റും? അതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് സെഷൻ. അവിടെയാണ് നമ്മുടെ ശരിക്കും ആ ബാൻഡ് സ്കോറിൻ്റെ ഇത് കിടക്കുന്നത്. ആദ്യത്തെ 2 സെഷൻ ഇതെല്ലാവരും ഈസി ആയിട്ട് സ്കോർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് പ്രാക്ടീസ് കൊണ്ടാണ് ഓവർകം ചെയ്യാൻ പറ്റുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 2, റീഡിങ് ദ ഇൻസ്ട്രക്ഷൻസ് കറക്റ്റ്ലി. അതായത് ഒരു ചോദ്യത്തിന് മുകളിൽ ആ ഇതിനുള്ള ഉത്തരം എങ്ങനെ എഴുതണം എന്ന് എഴുതിയിട്ടുണ്ടാവും. ആൻസർ ഇൻ 1 word or answer in not less than 3 words or answer in only the letter. ഇത് വളരെ സ്പെസിഫിക് ആയിട്ട് വായിച്ചു നോക്കി അതിനനുസരിച്ച് വേണം ഉത്തരം എഴുതാൻ. പലപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കും, അതിൻ്റെ മുകളിലുള്ള ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്ന് പലപ്പോഴും മിസ്സായി പോകുമ്പോൾ അവിടെ മാർക്ക് കിട്ടില്ല. പിന്നെ മൂന്നാമത്തെ എന്ന് പറയുന്നത്, നമ്മൾ ഈ നോട്ട്സ് സാധാരണ അറിയാലോ, പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൈഡിലാണ് നമ്മൾ മാർക്ക് ചെയ്യുക, എന്നിട്ട് ലാസ്റ്റ് 10 മിനിറ്റ്സിലാണ് നമ്മൾ റിട്ടേൺ ടെസ്റ്റിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മളൊരു പാനിക്കായി പലപ്പോഴും സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരുത്തും. അതായത് നമുക്ക് അറിയുന്ന സ്പെല്ലിംഗ് തന്നെ മിസ്റ്റേക്സ് വരുത്തും. അതുകൊണ്ട് ഒന്ന് പ്രൂഫ് റീഡ് ചെയ്ത് ഉറപ്പിക്കണം. കാരണം ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ നമുക്ക് ആ മാർക്ക് കിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കാനായിട്ട് 3 വഴികളാണുള്ളത്. അതെന്താണെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ പരീക്ഷയ്ക്ക് ഉള്ള കാലഘട്ടം വരെ ആക്റ്റീവായിട്ട് ലിസണിങ്, അതായത് ഒരാൾ നമ്മൾ എന്ത് കേൾക്കുമ്പോഴും എന്താണ് പറയുന്നത്, എന്താണ് അതിൻ്റെ സാരാംശം എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് മലയാളം ആയിക്കോട്ടെ, നിങ്ങൾ എന്താ പറയുക, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, വാട്ട് എവർ ബി ദ ലാംഗ്വേജ്, make sure that you are actively listening to that person. Don't live in another world. ഇത് എല്ലാ കാര്യത്തിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. whether you are talking to a child or talking to a colleague, your husband, wife, whomsoever it may be, listen actively. This is a golden tip. Okay, second thing is that നമുക്കറിയാലോ, ബേസിക്കലി നമ്മളൊരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് നമുക്കറിയാം എന്താ ആൻസറാണ് അവർ പറയാൻ പോകുന്നത് എന്നുള്ളത്. നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിക്കും, അതിനാണ് പ്രിഡിക്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഭാഗം വളരെ അലേർട്ടായിരിക്കണം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു എയർപോർട്ടിലൊക്കെ ഒരു ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ ഒരുപാട് അനൗൺസ്മെൻറ്റ് വരും. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഉള്ളത് ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് അലേർട്ട് ആവും, അല്ലെങ്കിൽ നമ്മുടെ എയർലൈൻ ഇത് വിളിച്ച് പറയുമ്പോൾ. അപ്പോൾ അതേപോലെ നമ്മൾ കറക്റ്റ് ആ പോയിന്റിൽ അലേർട്ടായിരിക്കണം. പിന്നെ തേർഡ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈങ് ദ കീ വേർഡ്സ് ആൻഡ് ഫ്രേസസ് എന്നുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കുമ്പോൾ അതിലെ ഗ്യാപ്പിന് മുമ്പ്
അല്ലെങ്കിൽ എന്താണ് അതിലേക്ക് ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അത് ആൻസറിൽ എങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്കറിയാലോ, എപ്പോഴും പാരഫ്രൈസ് ചെയ്തിട്ട് വരുള്ളൂ, കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ അത് വളരെ ആക്റ്റീവായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ലിസണിങ്ങിലെ ബാൻഡ് സ്കോർ നമ്മുടെ ഓവറോൾ ബാൻഡ് സ്കോറിനെ വല്ലാതെ മുകളിലേക്ക് പൊന്തിക്കും. അപ്പോൾ അതൊരു ഈസി ടെസ്റ്റ് കൂടി ആയതുകൊണ്ട് നമ്മളത് ചെയ്യണം. 2 റീഡിങ്. റീഡിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ IELTS എഴുതാൻ പോകുന്നവരും ഭയക്കുന്നൊരു ടെസ്റ്റാണ്. കാരണം സമയം 1 മണിക്കൂറിനുള്ളിൽ ഇതെല്ലാം വായിച്ച് ഇതിനെങ്ങനെ ഉത്തരം എഴുതും? 40 ചോദ്യങ്ങൾ, 1.5 മിനിറ്റ് സമയമാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ 60 മിനിറ്റിൽ 40 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിൽ ഇത് മനസ്സിലാക്കി ഇത് ലൊക്കേറ്റ് ചെയ്ത്, സ്പെഷ്യലി അക്കാഡമിക് ആണ് എഴുതുന്നെങ്കിൽ 2750 വേർഡ്സ് ആണ് വരുന്നത്. ജനറൽ ആണെങ്കിലോ മോർ ദാൻ 2000 വേർഡ്സ്. അപ്പോൾ വളരെ ആക്റ്റീവ് റീഡിങ് സ്കിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് പറ്റുള്ളൂ. അപ്പോൾ പലപ്പോഴും പ്രോബ്ലം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ചോദ്യത്തിന് മുകളിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു പ്രവണത വിദ്യാർത്ഥികൾ കാണാറുണ്ട്. ഇത് ഒഴിവാക്കണം. കാരണം ഇത് വന്നില്ലെങ്കിൽ അവസാന ഭാഗത്ത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ, എവിടെയാണ് ആൻസർ കിടക്കുന്നത് എന്ന് ലൊക്കേറ്റ് ചെയ്യാനുള്ള കഴിവാണ്. അത് പ്രാക്ടീസ് കൊണ്ടാണ് കിട്ടുന്നത്. ഈ 2 ഇത് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്കത് എത്താൻ കഴിയുള്ളൂ. അത് ഒഴിവാക്കാനായിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓരോ ചോദ്യത്തിനും ഒരു പെർട്ടിക്കുലർ സമയം തീരുമാനിക്കണം. നമുക്കറിയാലോ, പ്രധാനമായിട്ട് 3 പാസേജുകളാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കണം. ആ സമയപരിധി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അടുത്തേക്ക് പോകുന്നതാണ് നല്ലത്. കാരണം സമയം നമുക്ക് അല്ലെങ്കിൽ ഫിനിഷ് ആവില്ല. 2 സ്കിമ്മിങ് എന്നുള്ള സംഭവമാണ്. ഇത് പലപ്പോഴും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് നമ്മൾ മാസ്റ്റർ ചെയ്യേണ്ട ഒരു സ്കില്ലാണ്. അതായത് എസ്പെഷ്യലി ഫസ്റ്റ് ലൈൻസ് ഓഫ് ദ പാസേജ് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ധാരണ കിട്ടും. പിന്നെ കീവേഡ്സ് ലൊക്കേറ്റ് ചെയ്യുക, അത് കുറച്ചൊരു പ്രാക്ടീസ് കൊണ്ട് ഇതാക്കേണ്ട സ്കില്ലാണ്. ദെൻ ഇതിന് ഒരുപാട് സമയമെടുക്കുന്നുണ്ടെങ്കിൽ ആ ചോദ്യം ഒഴിവാക്കി അടുത്തേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ റീഡിംഗ് ടെസ്റ്റിൻ്റെ വരുത്തേണ്ട 2 തെറ്റുകളും അത് ഒഴിവാക്കേണ്ടത് എങ്ങനെയാണ്. പിന്നെ റൈറ്റിങ്ങിൽ വരുന്നത് എഗെയിൻ നോട്ട് മാനേജിങ് ദ ടൈം എന്നുള്ളതാണ്. കാരണം ടാസ്ക് 1 ആൻഡ് ടാസ്ക് 2 എസ്പെഷ്യലി അക്കാഡമിക് ആണ് എന്നെങ്കിൽ നിങ്ങൾക്കറിയാലോ, ഫസ്റ്റ് 1 സമയമെടുക്കും, സെക്കൻഡ് 1 സമയമെടുക്കും. രണ്ടാമത്തെ ഏറ്റവും കോമൺ എറർ കാണുന്നത്, മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇഗ്നോറിങ് ടാസ്ക് റെസ്പോൺസ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ജനറൽ ആണെന്ന് കരുതുക, അപ്പോൾ ഒരു ലെറ്റർ എഴുതാൻ പറഞ്ഞാൽ അതിൽ സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്ക് പോയിന്റ്, ആ പോയിന്റ്സ് 3 അഡ്രസ്സ് ചെയ്യണം. ഇനി അക്കാഡമിക് ആണെങ്കിലോ അതിൽ കൃത്യമായിട്ട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആ ടാസ്ക് അത് മീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ റൈറ്റിംഗ് ടൂലാണെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്ക് അതെന്താണ് എന്ന് മനസ്സിലാക്കി അത് ആൻസർ ചെയ്യാൻ പറ്റണം. പിന്നെ വളരെ കോമൺ ആയിട്ട് വരുന്നൊരു മിസ്റ്റേക്കാണ് നമ്മൾ ഗ്രാമർ ആൻഡ് പങ്ക്ച്വേഷൻ എന്നുള്ളത്. അത് ഒഴിവാക്കാനുള്ളത് പ്രൂഫ് റീഡിങ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും ഈ കുത്തും കോമയൊന്നും നമ്മൾ അത്ര കെയർ ചെയ്യില്ല, പക്ഷെ പരീക്ഷയ്ക്ക് അത് അവർ കെയർ ചെയ്യും. പിന്നെ ഗ്രാമർ എന്ന് പറയുന്നത് എന്താ പറയുക, ഞാൻ ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നല്ല കേട്ടോ. കോമൺ ആയിട്ട് വരുന്ന ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഒഴിവാക്കണം. അത് കുറച്ചൊരു പ്രാക്ടീസ് കൊണ്ടേ പറ്റുള്ളൂ. പക്ഷേ അതൊരു എന്താ പറയുക ഇമ്പോസിബിൾ ടാസ്ക് ഒന്നുമല്ല. പിന്നെ വെക്യാബുലറി ബിൽഡിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഒരു എന്താ പറയുക 6.57 ബാൻഡ് സ്കോർ നോക്കുന്ന ഒരാളാണെങ്കിൽ അത്യാവശ്യം വേർഡ്സ് പുതിയത് കോണ്ടെക്സ്റ്റിൽ പഠിച്ചേ പറ്റൂ. അത് ആ ഒരു എന്താ പറയുക നമ്മൾ തയ്യാറെടുക്കുന്ന സമയത്ത് തന്നെ പ്രിപ്പയർ ചെയ്ത് പോകണം. ഇത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇതാണ്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാലോ, റൈറ്റിങ്ങിന് ആദ്യം ആ ചോദ്യം വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനുശേഷം എങ്ങനെ എഴുതാമെന്ന് 1-2 മിനിറ്റ് പ്ലാൻ ചെയ്യുക. എപ്പോഴും പ്ലാനിങ് വിൽ ഓൾവേസ് ഹെൽപ്പ് യു. നമ്മൾ റാൻഡംലി ഒരു എക്സ്റ്റംപോർ നല്ല നടത്തുന്നത് ഒന്ന് പ്ലാൻ ചെയ്യുക. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആ ടാസ്ക് റെസ്പോൺസ് എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം എഴുതേണ്ടത്. പിന്നെ പ്രാക്ടീസ് റൈറ്റിംഗ് എസ്സേസ് ആൻഡ് റിപ്പോർട്ട് വിത്തിൻ ലിമിറ്റ്സ്. അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല എസ്സേസും IELTSൻ്റെ ഓൺലൈനിൽ റിസോഴ്സസ് ഉണ്ട്, അത് വായിച്ചു നോക്കണം. കാരണം എപ്പോഴും മോഡലില്ലാണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും പല കുട്ടികളോട് പറയും റൈറ്റ് എന്ന് പറയും. എവിടെ നോക്കി എഴുതാനാണ്? നമ്മൾ എഴുതുന്നത് ബാൻഡ് 9 എസ്സേസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആമസോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബുക്സ് ഉണ്ട്. ബാൻഡ് 8 എസ്സേസ് ഫ്രീ റിസോഴ്സസ് ഉണ്ട്. അല്ലെങ്കിൽ ചാറ്റ് GPT തന്നെ പോയിട്ട് നിങ്ങളൊന്ന് ഇത് ചെയ്ത് നോക്കുക. ഐ വോണ്ട് ടു റൈറ്റ്. ചാറ്റ് GPT അത്ര പെർഫെക്റ്റ് അല്ല കേട്ടോ, ടു ബി ഓണസ്റ്റ് ഞാൻ പറയാം. അത് മാർക്കറ്റില്ല. ഞാൻ പിന്നെ ഒരു എന്താ പറയുക ഇല്ലാത്ത ഫ്രീ റിസോഴ്സ് വേണം എന്ന് പറയുന്ന ആളാണെങ്കിൽ നോക്കാനേ പാടുള്ളൂ. കാരണം ചാറ്റ് GPT ഐ എം നോട്ട് പേഴ്സണലി നോട്ട് ഹാപ്പി വിത്ത് ദ എസ്സേസ് ദാറ്റ് ഇറ്റ് ജനറേറ്റ്സ് ഫോർ IELTS. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു എഴുതിയിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ,
നമ്മളൊരു നൃത്തം ചെയ്യാൻ പഠിക്കുന്നത് അല്ലെങ്കിൽ പാടാൻ പഠിക്കുന്നത് പ്രാക്ടീസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ തുടക്കം നമുക്ക് ഒരുപാട് എറേഴ്സ് ഉണ്ടാവും. പക്ഷേ നമ്മൾ എന്താ പറയുക, ഒരു പാറ്റേൺ ഉണ്ട്, അതിന് ചില ടെംപ്ലേറ്റ്സുകളുണ്ട്. അത് മനസ്സിലാക്കി പഠിക്കുക. പിന്നെ നമുക്ക് സ്പീക്കിംഗ്, നമുക്ക് ഏറ്റവും എന്താ പറയുക, പേടിയുള്ള ഒരു പരീക്ഷയാണ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി കേരളത്തിലും മലയാളം മീഡിയത്തിലൊക്കെ നമ്മളൊരു ആവറേജ് ഇതിലൊക്കെ പഠിച്ച് നമുക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല സ്പീക്കിംഗ് എന്നുള്ളത്. അപ്പോൾ സ്പീക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇതാണ്. അതിന് നമുക്ക് പ്രധാനമായിട്ടും വരുന്ന തെറ്റുകൾ എന്ന് പറയുന്നത് പലപ്പോഴും ഷോർട്ട് ആൻഡ് അൺഇലോബറേറ്റഡ് ആൻസേഴ്സ് പറയുന്നതാണ്. അപ്പോൾ ഒരു ചോദ്യം വന്നാൽ പരമാവധി അത് എത്ര വലുതാക്കി പറയാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ലെറ്റ് ദ എക്സാമിനർ സ്റ്റോപ്പ് യു, ഡോണ്ട് യു സ്റ്റോപ്പ് യുവർ സെൽഫ്. സെക്കൻഡ് തിങ് ഈസ് പ്രൊനൗൺസിയേഷൻ ഇൻ സ്പീക്കിംഗ് ആണ്. പ്രൊനൗൺസിയേഷൻ എന്ന് ഞാൻ പറയുമ്പോൾ മനസ്സിലാവുന്ന ഭാഷയിൽ പറയുക എന്ന് ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ യു നീഡ് നോട്ട് ഹാവ് ടു ഫോളോ എനിബഡി, ഡോണ്ട് ഇമിറ്റേറ്റ് എനി വൺ, ഡോണ്ട് ട്രൈ ടു ബ്രിങ് അപ്പ് an accent that is not yours. ഇതെല്ലാം എക്സാമിനർക്ക് സീ ത്രൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ബി യുവർ സെൽഫ്. എക്സാമിനർ നോസ് ദാറ്റ് യു ആർ ഫ്രം എ ഡിഫറെൻറ്റ് കൺട്രി ആൻഡ് ഹി ഹാസ് ഹേർഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ ലൈക്ക് യു. നമ്മളല്ല അദ്ദേഹം കാണുന്നത്, അല്ലെങ്കിൽ അവർ കാണുന്നത് ഒരുപാട് പേര് നമ്മളെ പോലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ പാറ്റേൺ ഓഫ് സ്പീച്ച് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, മനസ്സിലാവുന്ന രീതിയിൽ പറയുക എന്നുള്ളതാണ്. ദെൻ അത് കുറച്ച് ഉറച്ച് പറയുക, കോൺഫിഡൻ്റ് ആയിട്ട് പറയുക, പോസ് ചെയ്ത് പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ഇതിന് നമുക്ക് പ്രാക്ടീസാണ് ചെയ്യേണ്ടത്. പ്രാക്ടീസ് ലിസണിങ്, അതിനും ചില ടെക്സ്റ്റുകളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. പിന്നെ എപ്പോഴും എന്ത് കാര്യം പറയുമ്പോഴും ഉദാഹരണത്തിന്, ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്, ഐ റിമെമ്പർ എ ടൈം വെൻ ഐ വാസ് എന്ന് പറഞ്ഞ് നമ്മളത് കുറച്ചുകൂടി നീട്ടുക എന്നുള്ളതാണ്. പിന്നെ സെക്കൻഡ്, ഇത് നമുക്കറിയാലോ, അതൊരു 1 മിനിറ്റ്, നമുക്കൊരു പാർട്ട് 2 എന്ന് പറയുന്നത്. ആ സമയം നമ്മൾ ആ 1 മിനിറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് ആലോചിക്കുക. പിന്നെ സംസാരത്തിനിടയിൽ ബ്രീത്ത് ചെയ്യുക. ഓക്കെ, സംസാരത്തിനിടയിൽ പോസ് ചെയ്യുക. പലപ്പോഴും നമ്മൾ വിചാരിക്കും പോസിങ് എന്ന് പറയുന്നത് ഫ്ലുവൻസിനെ ബ്രേക്ക് ചെയ്യും എന്നുള്ളത്. അതില്ല എന്നുള്ളതാണ് സത്യം. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ വർ ടു ടെൽ യു വൺ എക്സാമ്പിൾ ഫ്രം മൈ ലൈഫ്, when I was a college student, I was asked to deliver a speech in English. At that time, I was very low confident in English. And what happened was, when I went to the mic, I made a mess of myself. And when I came out, many of my friends made fun of me. I felt really infuriated and sad. On that day, I made a decision. I will learn this language. I will teach this language. I will be the best English trainer in the world. That is why I am teaching English today. ഇത് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി പറഞ്ഞതാണ്. ഇതിൽ ഞാൻ ഒരുപാട് പോസ് എടുത്തു, ഒരുപാട് ബ്രീത്ത് ചെയ്തു. നിങ്ങൾക്കത് ഫീൽ ചെയ്തോ? ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് സ്പീക്കിംഗ് ഈസ് ഓൾ അബൌട്ട്. അപ്പോൾ ഇനി ഇത്രയും കാര്യങ്ങൾ കേട്ടെങ്കിൽ ഒരു ജനറൽ ആയിട്ടുള്ളൊരു ടിപ്സ് കൂടി പറഞ്ഞു തരണം. അതിൽ ഇതൊക്കെയാണ്. വൺ ഈസ് ടൈം മാനേജ്മെൻറ്റ്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ സമയം കൃത്യമായിട്ട് എന്താ പറയുക മോണിറ്റർ ചെയ്യണം. പിന്നെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വാച്ച് വെച്ച് ടൈം മോണിറ്റർ ചെയ്യണം. എക്സാം ഹാളിൽ വലിയ ക്ലോക്ക് ഉണ്ടാവും. വെക്കാബുലറി ആൻഡ് ഗ്രാമർ, ഇത് നമ്മളൊന്ന് ഇമ്പ്രൂവ് ചെയ്താൽ മതി. ഒരു 1-2 വാക്കുകൾ നമ്മുടെ IELTS-ആയിട്ട് ബന്ധപ്പെട്ട് പഠിച്ച് അത് ഇതാക്കാൻ നോക്കുക. പിന്നെ പ്രൂഫ് റീഡ് ചെയ്യുക. അത് റൈറ്റിംഗ് ആണെങ്കിലും ശരി, റീഡിംഗ് ആണെങ്കിലും ശരി, കാരണം ലിസണിങ് ആണെങ്കിലും ശരി. കാരണം ചെറിയൊരു എറേഴ്സ് പോലും ആ സ്കോറിലേക്ക് നമ്മൾ എത്തിക്കില്ല. ദെൻ ഫെമിലിയാരിറ്റി വിത്ത് ദ ടെസ്റ്റ് ഫോമാറ്റ്. എപ്പോഴും ഈ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഇത് ഒരുവിധം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ എന്നാലും ഷുവറായിരിക്കണം ലിസണിങ്ങിൽ ഏതൊക്കെ ഭാഗങ്ങളാണ്, റീഡിങ് ഏതൊക്കെ ഭാഗങ്ങളാണ്, റൈറ്റിംഗ് എന്തൊക്കെയാണ്, സ്പീക്കിങ്ങിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടി വരിക. ഇതിനെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷയിൽ ഇത് ഒഴിവാകുമ്പോഴുള്ളൂ. പിന്നെ ഏറ്റവും അവസാന കാര്യം എന്ന് പറയുന്നത്, ഇതിൽ വല്ലാത്തൊരു സ്ട്രെസ്സാണ് വരുന്നത്. അപ്പോൾ ഈ സ്ട്രെസ്സ് ഒഴിവാക്കാനായിട്ട് നമ്മൾ നമ്മുടെ ഫാമിലിയായിട്ട് നല്ല സമയം സ്പെൻഡ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, റിലാക്സേഷൻ ഇതാക്കുക. പിന്നെ പരീക്ഷയിൽ ഒരുപാട് ഡീപ്പ് ബ്രീത്ത് ചെയ്യുക. എസ്പെഷ്യലി സ്പീക്കിംഗ് സെഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ദാറ്റ് വിൽ ഹെൽപ്പ് യു. സോ ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ ടു യു, ആൻഡ് സിൻസ് യു വാച്ച്ഡ് ടിൽ ദി എൻഡ്, I want to give you a gift of my free course, which is IELTS preparation course, which was 499 rupees. But I give you for totally free. You can click the link below and use the code IELTS to get into that. I will see you there. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ആ കോഴ്സിലെ വീഡിയോസ് ആക്റ്റീവ് അല്ലെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഞാൻ ഇത് എപ്പോഴെപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട്
ആ ഒരു ദിവസം ചിലപ്പോൾ ഉണ്ടാവില്ല. പിറ്റേ ദിവസം വന്ന് നോക്കാൻ ഒരു ഇതുണ്ടാവണം. കാരണം എവറി മന്ത് ഐ അപ്ഡേറ്റ് ദാറ്റ് ഫ്രീ പ്രിപ്പറേഷൻ കോഴ്സ് ബിക്കോസ് that many things are happening. So thank you. I wish you all the best. Be part of my community by joining the free course. I will help you to reach your destination. Until then, take care. This is Pradeep Hariharan signing off.